ഹായ്. അപ്പോൾ ഇങ്ങനെ വന്നിരുന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കണ ഒരു സ്റ്റേജ് ആയിരുന്നു എനിക്ക്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൈൻഡൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ പഠിപ്പും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു, കുറച്ച് ലീവാക്കി വെച്ചേക്കായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം സെറ്റായി, കുഴപ്പമില്ല, നല്ല രീതിക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് എൻ്റെ ലീവ് കഴിയുകയാണ്. ഞാൻ ലീവ് പറഞ്ഞു വെച്ചേക്കായിരുന്നു ഇത്രയും നാള്. അപ്പോൾ ഇന്നത്തോടു കൂടി ഞാൻ എൻ്റെ ലീവ് അവസാനിപ്പിച്ചിട്ട് ഇനി ബിസി ലൈഫിലേക്ക് കടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒപ്പം എന്തായാലും വ്ളോഗിങ് കൂടി മാക്സിമം കൊണ്ടുപോകാൻ വിചാരിച്ചു. ഞാൻ ഉയർന്ന് എണീറ്റപ്പോൾ ഞാൻ അത്ര സ്ട്രോങ് ആയി. അപ്പം എനിക്ക് പഠിപ്പും വ്ളോഗിങ്ങും ഒക്കെ കൂടി കൊണ്ടുപോകാൻ അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഞാൻ എപ്പോഴും എണീക്കണ പോലെ 5 മണിക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കണ്ണേട്ടനെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വെക്കേഷൻ ആയ കാരണം കണ്ണേട്ടനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ ധ്യാനുട്ടന്റെ ഒപ്പം വന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. ധ്യാനുട്ടന്റെ ന്യൂ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? ധ്യാനുട്ടൻ കുറെ നേരം ഉറങ്ങി, ഒപ്പം ഞാനും കിടന്നുറങ്ങി. ധ്യാനുട്ടന്റെ മുടി നമ്മൾ വെക്കേഷൻ സ്കൂള് പൂട്ടിയതിന്റെ പിറ്റേ ദിവസം, അതായത് ഏപ്രിൽ 1-ാം തീയതി നമ്മൾ മുടി മൊട്ടടിച്ചു. ഇപ്പൊ ധ്യാനുട്ടന്റെ മുടി വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഡെയിലി വീഡിയോസ് ഒക്കെ എടുക്കാം എന്ന് പ്ലാൻ ചെയ്തു ഞാൻ. പിന്നെ ഞങ്ങള് എണീറ്റും വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് സെറ്റപ്പായി. ബാക്കി ഒക്കെ ഞാൻ 5 മണി സമയത്ത് എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യം തന്നെ ധ്യാനുട്ട പല്ല് തേക്കണം. പല്ല് തേക്കാണ്ടാണ് ഇവിടെ ഇരുന്ന് വീഡിയോ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിനി പല്ല് തേക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തേക്കാം. ഞാൻ നൂൽപുട്ടും സോയാബീൻ കറിയാണ് ഉണ്ടാക്കി. നല്ല വിശപ്പുണ്ട്, കാരണം ഇന്നലെ രാത്രി നേരത്തെ ഫുഡ് കഴിച്ചു. നൂൽപുട്ടും സോയാബീൻ കറി ഇഷ്ടമുള്ള ഫുഡാ? അത് ഇഷ്ടാണോ? എനിക്കിപ്പോ രാവിലെ എണീക്കുമ്പോ തലേദിവസം തുടങ്ങി ടെൻഷനാണ്. രാവിലെ എന്താ മീനെന്ത് മീൻ നിർത്തിയില്ലേന്ന്? എന്നിട്ട് ഇപ്പൊ കഴിച്ചു തുടങ്ങി. മീൻ ഒരു സമയത്ത് ധ്യാനം മീൻ നന്നായി കഴിച്ചിരുന്നു ആദ്യമൊക്കെ, പിന്നെ മീൻ കഴിക്കാണ്ടായി. ഇപ്പൊ 2-ാം വട്ടം ഞാന് വാരി കൊടുക്കുമ്പോ മീനൊക്കെ കൂട്ടി കഴിക്കും. ഒറ്റയ്ക്ക് കഴിക്കുമ്പോ അങ്ങനെയൊന്നും കഴിക്കില്ല. വാരി കഴിക്കുമ്പോ അതിന്റെ കറിയൊക്കെ കൂട്ടി കഴിക്കണ ആളാണ്. ഞാന് വാരി കൊടുക്കാണ്ടായി. സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോ ഒന്ന് അവിടുന്ന് വിട്ടു. അപ്പൊ ആൾക്ക് കഴിക്കാൻ മടി. പിന്നെ അതേപോലെ ചില ഫുഡൊന്നും കഴിക്കണില്ല. ഇപ്പൊ വെക്കേഷൻ ആയപ്പോ നല്ല എളുതരം ആയേക്കണു. ഇപ്പൊ വാരി കൊടുക്കണ കാരണം ഇപ്പൊ വെക്കേഷൻ അടിച്ച് പൊളിക്കിട ആശാൻ. ഒത്തിരി രഹസ്യാണ് കേട്ടോ. പറയാനായിട്ടില്ല അത് വേറെ വീഡിയോ എടുക്കാം നമുക്ക്. അല്ല, അത് പറയണില്ല. കാരണം ധ്യാനത്തിനൊരു ഐറ്റം ഞങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഇപ്പൊ ആ സർപ്രൈസ് പൊളിക്കുന്നില്ല. ഇവിടെ നല്ല ചൂടാണ്. മൊത്തത്തില് പാലക്കാട് നല്ല ചൂട്, എല്ലായിടത്തും ചൂടുണ്ട്. പാലക്കാട് ഇത്തിരി കൂടി ചൂട് കൂടുതലാണ്. പിന്നെ അതേപോലെ എന്താ പറയാ, നമ്മൾ പാടത്തിന്റെ സൈഡായ കാരണം നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പല്ല് തേക്കാനൊക്കെ ഒന്ന് എടുത്തൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. ഞാനപ്പോൾ ഇവിടെ പുറത്ത് വന്നിരുന്നു കേട്ടോ. ധ്യാനുട്ടെ ഇവിടെ ധ്യാനുട്ടെ ബ്രഷ് ചെയ്യാനൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല്ലേക്കട്ടെ. നമ്മൾ വ്ളോഗ് എടുക്കാണ്ടിരുന്നത് ഒന്ന് വിഷുവിന്, പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, പൂരത്തിനും. പൂരം എടുത്തില്ല, വിഷു എടുത്തില്ല, പിന്നെ അതേപോലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എടുത്തില്ല. പൂരത്തിനൊന്നും എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നേ വരെ എടുക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഏതൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കും. ധ്യാനുട്ടം പറഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ എടുക്കേണ്ട കിട്ടാന്നൊക്കെ പറഞ്ഞു. കുറച്ച് ഷോർട്സ് മാത്രം അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തത്, അവിടുന്ന് എടുത്തതുണ്ടായിരുന്നു പൂരത്തിൻ്റെ. അത് ഞാൻ ഇടയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താ പറയുക, വിഷുവിന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. വിഷുവിന് തല പൊങ്ങുണ്ടായിരുന്നില്ല. തല നല്ല കനം, തലവേദന, തലയൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ അവിടെ നടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇതേപോലെ വീഡിയോ എടുക്കാനും വിഷുവിന് ഒന്നാമത് എനിക്ക് പയ്യ തലേദിവസമൊക്കെ തലേദിവസം ഒക്കെ മരുന്നുമേ ഗുളികയിലായിരുന്നു ഞാൻ. അപ്പം അത് കാരണം അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്ത് തലവേദന എന്ന് പറഞ്ഞാൽ
അയ്യോ ജീവൻ പോണ വേദനയായിരുന്നു. തലയിൽ അത്രയും ടൈറ്റുള്ള ഒരു തുണി കെട്ടിയിട്ടായിരുന്നു. വിഷു കഴിഞ്ഞതോടുകൂടി എൻ്റെ ഒരുവിധം ഓക്കെ ആയി. പിന്നെ അതാ ഇവന് വയ്യാണ്ടായി. അത് കഴിഞ്ഞ് കണ്ണേട്ടന് വയ്യാണ്ടായി. അപ്പോൾ ഇവന് വയ്യാണ്ടായത് എന്താ വെച്ചാൽ വിഷുവിൻ്റെ ആ സമയത്ത് ഞങ്ങൾ പുറത്തേക്ക് മായനൂർ പാലം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നീന്തി കളിച്ചിട്ടൊക്കെ പനി വന്ന കേട്ടോ. വെള്ളം കണ്ടപ്പോൾ തണുപ്പ് ചൂടിന് ഇത്തിരി സമാധാനം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ചൂടിന് ഇത്തിരി സമാധാനം ഉണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് പനിയായി. ഏപ്രിൽ 17-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. 15-ാം തീയതി ആയിരുന്നു വിഷു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. 17-ാം തീയതി രാവിലെ ഞങ്ങൾ കണ്ണേട്ടൻ അന്ന് ലീവായിരുന്നു. ആദ്യം ലീവൊന്നും എടുക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ കണ്ണേട്ടന് വയ്യായിരുന്നു. 17-ാം തീയതി കണ്ണേട്ടന് വയ്യായിരുന്നു. 16-ാം തീയതി തന്നെ തുടങ്ങി കണ്ണേട്ടന് വയ്യായി. ഇവൻ്റെ മാറലും കണ്ണേട്ടന് വരലും. ഇവൻ്റെ ഒരു ദിവസം തന്നെ നിന്നുള്ളൂ. അത് ആ വെള്ളത്തിൽ കളിച്ചതിൻ്റെ പനിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 16-ാം തീയതി കണ്ണേട്ടൻ രാത്രിയോട് കൂടിയിട്ട് രാത്രി പുലർച്ചെ സമയത്തായിരുന്നു കണ്ണേട്ടന് വയ്യാണ്ടായത്. 17-ാം തീയതി പണിക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ വയ്യാത്ത കാരണം പണിക്കൊന്നും പോയില്ല. ഞങ്ങൾ കാവിലേക്ക് പോയി തൊഴുതു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത്. ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ വീട്ടിലേക്ക് പോയി. ഒക്കെ വ്ളോഗ് ആക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു മുന്നേ. പിന്നെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തു. അതിൻ്റെയൊക്കെ ഫോട്ടോസും അതിൻ്റെ പൂ മാത്രം ഇഷ്ടപ്പെട്ടു. ആ ക്രീമിൻ്റെ ഒരു പൂ പോലത്തെ ഡിസൈൻ ഉണ്ടായിരുന്നു. ഒക്കെയും ഷോർട്സ് എടുത്തിട്ടുണ്ട്. ചിലതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ 3 പരിപാടികൾ കേട്ടോ. ബാക്കിയൊന്നും എടുത്തില്ല. ഫുഡ് കഴിക്കാൻ പോവാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഇവൻ്റെ ഒപ്പം തന്നെ ബ്രഷ് ചെയ്യൽ പിന്നെ അതേപോലെ കഴിക്കലൊക്കെ ഇവൻ്റെ ഒപ്പം തന്നെ. ഇപ്പം പിന്നെ അത്ര തിക്കും തിരക്കില്ലല്ലോ. വെക്കേഷനായ കാരണം അത്ര തിരക്കൊന്നുമില്ല. ധ്യാനത്തിൻ്റെ വക ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. കഴിക്കാൻ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ നൂൽപുട്ട് ആൻഡ് സോയാബീൻ കറി. ഞാനിട്ട് എടുത്തിടാം. അമ്മയ്ക്ക എത്രണ്ണം തരും നീയ്? 2 2 ഉദ്ദേശിക്കണത് 2 ഇത് പോരണക്ക്. നീ എടുക്ക്. കറി വേണ്ട. എത്ര മതിയാ? ഞാൻ ഇവിടെ വെക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ധ്യാനത്ത് എനിക്ക് 2 എടുത്ത് തന്നു. ഇതാ 2 ധ്യാനത്ത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നീ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. വെള്ളം എടുക്കാൻ മറന്നു. ധ്യാനത്തെ വെള്ളം എടുക്കാൻ പോയി. ഞാനും ഒരെണ്ണം എടുത്തു കിട്ടാം. മൊത്തം 3 ഞാൻ എത്ര ആദ്യം 2 ഇട്ടില്ലേ. പിന്നെ ഞാൻ ഒരെണ്ണം എടുത്തു. ഞാനിട്ട് TV കണ്ടിട്ടാണ് കഴിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ടേബിളിൽ ഇരിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഇപ്പം ഈ ഇരുത്തം TVയുടെ അവിടെ ഇരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഞാനിട്ട് 2 നൂൽപുട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി എനിക്കില്ലേ കറി ഉണ്ടാക്കണം. ചോറ് ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ മീൻ വറുത്തു രാത്രി. രാവിലെ വാങ്ങിയതാണ്. എണ്ണ കുറവായ കാരണം രാത്രി വറുത്തത്. ഇപ്പം മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കുറവായ കാരണം എന്ത് സംഭവിക്കുന്നു? ബാക്കി വരും. അപ്പം ഈ മീൻ വറുത്തതിന് ബാക്കിയുണ്ട്. എനിക്ക് അച്ഛൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. കഴിച്ചതും പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി വരുമ്പോഴേക്കും ഇത് ധ്യാനൂട്ടൻ TV ഒക്കെ കാണുകയാണ് കേട്ടോ. അവൻ്റെ ഫേവറേറ്റ് ചാനലൊക്കെ വെച്ചിട്ട്. പിന്നെ അതേപോലെ പുറത്ത് അച്ഛൻ വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ കുറച്ച് നേരം അവൻ ടി വി ഇരുന്ന് അങ്ങനെ കണ്ടോളൂ കേട്ടോ. ഞാൻ പിന്നെ ഇനി ഉച്ചത്തേക്ക് കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ സോയാബീൻ കറി ഇത്തിരി തോനുള്ള പോലെ തോന്നി. നൂൽപുട്ടുണ്ട്, പക്ഷെ എന്നാൽ അതിനെടുക്കണേക്കാട്ടും തോനെ കറിയുള്ള പോലെ തോന്നി. അപ്പോൾ ഇനി വേറെ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സോയാബീൻ കറി അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ വേറെ കറി ഉണ്ടാക്കണ്ട, ഉച്ചയ്ക്ക് ചോറിന് സോയാബീൻ കറി ഉണ്ടാക്കുക, പിന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അച്ഛന് ഞാൻ ചായ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയപ്പോൾ കറി ഉണ്ടാക്കണില്ല, പിന്നെ പപ്പടം ഉണ്ട്, അപ്പോൾ അത് വറുത്ത് വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. എനിക്ക് അച്ഛൻ ഇങ്ങനെ അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് പണിയെടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ കുറച്ച് നേരം പണിയെടുക്കുക, അങ്ങനെ പറ്റില്ല കേട്ടോ. മൊത്തത്തിൽ കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് ഫുള്ളായിട്ട് എടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പപ്പടം കൂടി വറുത്ത് വെച്ചിട്ട് ഇനി അടുക്കള പൂട്ട എന്നുള്ള പ്ലാനാണ് കേട്ടോ. ഞാൻ എപ്പോഴും മാക്സിമം ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ കുറേ നേരം ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കളിക്കണതും മൊത്തം എല്ലാ പണിയും ഉച്ചത്തേക്കുള്ളതും രാവിലത്തേക്കുള്ളതും അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ പോയിട്ട് റെസ്റ്റ് എടുക്കുക, അതാണ് എനിക്ക് ഇഷ്ടം. പിന്നെ കഴിക്കണ നേരത്തെ അടുക്കളയ്ക്ക് വരിക. പിന്നെ പപ്പടം കാശി ഞാനിതാ എടുത്തു വെച്ചു. അത് ഇവിടെ മാങ്ങ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ മാങ്ങ വല്യമ്മ തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ ഞാൻ ഷെയ്ക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുടിച്ചു. പിന്നെയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെക്കാൻ, ഇനി ചോറിങ്ങിൽ കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ എന്നുള്ളതിൽ ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ചിലത് പഴുത്തിട്ടില്ല, അപ്പോൾ നമുക്ക് വൈകുന്നേരം അച്ഛൻ വന്നിട്ട് കുമ്പളവും കുറച്ചൊക്കെ ഞാനും അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ച നേരത്ത് കണ്ണേട്ടം വരുമ്പോഴൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ അടുക്കളോട് ബായ് പറഞ്ഞിട്ട് ഞങ്ങളിനി നേരെ റൂമിലേക്കാണ് കേട്ടോ ഈ പോണത്. ഇപ്പോൾ സമയം 11 മണി ആവണുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ അല്ല, ഇൻ്റെ ഉച്ചത്തേക്കുള്ളതൊക്കെ സെറ്റാക്കി വരഞ്ഞ് നമ്മൾ റൂമിൽ തന്നെയാവും. ഒന്നെങ്കിൽ ചിലപ്പോൾ ഉറങ്ങും ഞാൻ, അല്ലെങ്കിൽ 2 ഫാൻ ഇട്ടുണ്ട്, കാരണം കേൾക്കുമെന്നുള്ള അറിയില്ല. ഒന്നെങ്കിൽ ഞാൻ ഉറങ്ങും കിടന്നിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ബുക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, ചിലപ്പോൾ ബുക്കും പിടിച്ചിട്ട് അങ്ങനെ ഉറങ്ങും. ധ്യാനോട്ട് എന്ത് ചെയ്യാനാണ് പോണ്? ധ്യാനോട്ടിന് ഉറങ്ങും എന്നാണ് പറയണത് കേട്ടോ. ചൂടല്ലേ, എന്താ ചൂട് ഈ സമയം കഴിഞ്ഞ് കണ്ണേട്ട കാര്യം ആലോചിക്കുമ്പോൾ പാവം തോന്നും. കണ്ണേട്ടൻ മാത്രമല്ല, അതേപോലെ നല്ല വെയിലത്ത് പണിയെടുക്കുന്നവർ ആരെങ്കിലും ഒരാളുടെ മേത്ത് കാല് വെച്ചിട്ടാണ് നമ്മുടെ ധ്യാനത്തിന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 5 മണി വരെ എൻ്റെ മേത്ത് കാല് വെച്ചിട്ട് ഉറങ്ങുക. അപ്പോൾ 5 മണിക്ക് ശേഷം ഞാൻ എണീറ്റിട്ട് അടുക്കളയ്ക്ക് പോയപ്പോൾ ഇന്ന് കണ്ണേട്ടൻ്റെ മേത്ത് കാല് വീഴുമ്പോൾ കണ്ട ചൂടെടുക്കാൻ വേണ്ടത് അച്ഛനും മോനും കൂടിയിട്ട് ഇന്ന് ചൊറിയലും ഒക്കെ ആയിരുന്നു 5 മണിക്ക്. നക്കല്ലേ 5 മണിക്ക് ശേഷം. ഇതൊക്കെ ധ്യാനുട്ടൻ്റെ ചിത്രം വരകളാണ് കേട്ടോ. അടുത്തത് എന്തായാലും റൂം ടൂർ എടുക്കേണ്ട കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ റൂമിന്. വീഡിയോ ഇടൽ തുടങ്ങിയ സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ റൂം ടൂർ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം എടുത്തിട്ടുള്ളത് ക്ലീനിങ് ഒക്കെ എടുത്തിട്ടുണ്ട് തോന്നുന്നു. റൂം ടൂർ അതിന് ശേഷം എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും ഞാൻ അടുത്തൊരു റൂം ടൂർ എന്തായാലും ചെയ്യട്ടെ. കാരണം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റൂമിന്. അങ്ങനെ ആയേക്കുള്ളൂ നമ്മുടെ റൂം. അപ്പം അത് കാണിച്ചു തരാൻ വിചാരിച്ചു. ഞാനിട്ടെൻ്റെ അടുത്ത ചിത്രം വരെയാണ് കേട്ടോ. അതെയോ, അവൻ കുറേ ചിത്രം കളറിങ്ങും ഒക്കെ ഇരുന്ന് ചെയ്തിട്ടപ്പോൾ പിന്നെ വെക്കേഷനല്ലേ, സ്വത്തൊട്ടി ഉണ്ടെങ്കിൽ പിന്നെ അവർ രണ്ടുപേരും വേറെ എന്തെങ്കിലുമൊക്കെ കളി അങ്ങനെ കളിക്കും. ഇപ്പം അവ ഒറ്റയ്ക്കായ കാരണം ചിത്രം വര കാര്യങ്ങളാണ്. പിന്നെ ഒറ്റയ്ക്കാവണതല്ല, ഒരു ഐറ്റം വരാണ്ട്. അപ്പം അവൻ്റെ ബോറടി ഫുള്ളായിട്ട് മാറും. ഒന്നെങ്കിൽ ബുക്കിൻ്റെ കാര്യങ്ങൾ നോക്കും, ഇവ എന്തെങ്കിലും കളർ അടിക്കാൻ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു ഉറക്കം പാസ്സാക്കും. കാരണം എനിക്ക് ഇന്നുകൂടി ഉറങ്ങാൻ പറ്റുള്ളൂ. നാളെ തൊട്ടിട്ട് പകൽ ഉറങ്ങാനാ ഒന്നും പറ്റില്ല. ഇപ്പോൾ ലീവായ കാരണം ഉറക്കമല്ല, ഒരു ജാതി ക്ഷീണിച്ചിട്ടുള്ള ഒരു കെടുത്തും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്നേക്ക് എനിക്ക് ഒക്കെ നാളെ തൊട്ടൊരു ക്ലാസ് അല്ലേ, അപ്പോൾ ഒക്കെ ഉറങ്ങി തീർക്കണം. ഇനി നാളെ തൊട്ട് എനിക്ക് അതിൻ്റെ ഒരു ഇതല്ലേ എന്നുള്ള ആലോചനയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ. ഞാൻ ഉച്ചയ്ക്ക് വരാം. ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്നിട്ട് ഉറങ്ങുന്നില്ല, വീഡിയോ എഡിറ്റ് ചെയ്തു. ഞാനീഷ് തല്ലൂടിയിട്ട് അവിടെ പോയിരിക്കുന്ന മേത്ത് കിടന്ന് കുത്തി മറിഞ്ഞ് എനിക്ക് വേദനയൊക്കെ കൊടുത്തു. കേട്ടോ കുട്ടി, കോംപ്രമൈസ്. ഓക്കെ, അപ്പം അത് ഞങ്ങൾ കോംപ്രമൈസ് ആക്കിയിട്ടെന്ന് ചോദിച്ചാൽ
ഇങ്ങനെ മഞ്ഞപ്പടി ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കള്ളക്കരച്ചിലാണ്. ഇതിൽ കിടന്നപ്പോ മാല ഊരി വെച്ചു, ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പോൾ മാല നമ്മൾ പറയൂ ഗൈസ്, ധ്യാനുട്ടൻ ഇന്നെ പോലെയാണോ? കാണിച്ചു നിങ്ങൾ കമന്റ് ചെയ്യേ, ധ്യാനുട്ടൻ കണ്ണേട്ടൻ്റെ പോലെയാണോ ഇന്നെ പോലെയാണോ? എനിക്ക് ചില സമയത്ത് ഇന്നെ പോലെ തോന്നും, ചില സമയത്ത് കണ്ണേട്ടൻ്റെ പോലെ തോന്നും. പിന്നെ എന്താ പറയാ, ചുണ്ട് കാണുമ്പോൾ ഇന്റെ ചുണ്ട് പോലെ എനിക്ക് തോന്നും. കാല് തനി കണ്ണേട്ടനാ. ഇന്നലെ വാങ്ങിയത് രാത്രി. ഇനി ഇഷ്ടായ ശരിക്ക്? ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഇത് കഴിച്ചാൽ മതിയാ. വരുണ്ടാ നമുക്ക് രണ്ടെണ്ണം എത്ര ചോറ് വേണം നോക്കട്ടാ. എത്ര ചോറ് വേണം? എത്ര ചോറ് വേണം നോക്കണം. എനിക്കിതിലല്ല. അതിന്റെ കൂടുതൽ ഇത് ആടിങ്ങനെ ധ്യാനുട്ട് ഒരാളെൻ്റെ ഒപ്പം ഉള്ളെങ്കിലും ആൾ ഭയങ്കര ഹെൽപ്പാട്ടോ. എനിക്ക് ഒപ്പം നിന്നിട്ട് ഓരോന്ന് ചെയ്തു തരാനും ഒക്കെ ഭയങ്കര കാര്യമാണ് ആൾ. ഒപ്പം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്നു ഇങ്ങനെ കുറേ നേരം കളിക്കുക അങ്ങനെയൊന്നുമില്ല. കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിൽ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കൂട്ടോ. ഇപ്പം ഞാൻ അച്ഛന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കൊപ്പം വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ കൊടുക്കുമ്പോഴേക്കും വെള്ളം കുപ്പി കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. അങ്ങനെ ആൾ ഭയങ്കര സപ്പോർട്ടാട്ടോ ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ. ചെരുപ്പിടാറുന്നില്ല ധ്യാനൂട്ട, കാല് പൊള്ളാന്. എന്ത് വെയിലയച്ചാ. പിന്നെ ധ്യാനൂട്ടന് ഇതാ ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തെ ബാത്റൂമിലേക്ക് വന്നാട്ടോ. നല്ല വെയിലുണ്ട്. അച്ചാറ് വേണോ? അച്ചാറ് വേണോ? ഞാൻ എങ്ങനെയാന്നറിയാ പറഞ്ഞേ? എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞ എങ്ങനെയാന്നറിയാ? ഞാൻ എങ്ങനെയാന്നറിയോ കണ്ടുപിടിച്ച സോയാബീൻ. പക്ഷെ എങ്ങനെ ഓർത്തോക്കെ അച്ചാറുണ്ട് ഒരു പാത്രത്തിൽ, പിന്നെ അച്ചാറില്ലാണ്ട് പിന്നെ ഇങ്ങനത്തെ പാത്രത്തിൽ വേറൊരു സാധനം ഉണ്ടാവുന്നത് സോയാബീൻ തന്നെയല്ലേ കണ്ടത്. പ്ലേറ്റ് മാറി നോക്ക്. എനിക്ക് പപ്പടും ചോറും മീനും മട്ടി, പപ്പടും ചോറും മീനും മട്ടി. സദ്യ കഴിക്കാൻ പോലെ പൊട്ടിച്ച് കഴിക്കും. കറിയൊന്നുമില്ല, അച്ചാറില്ലാണ്ട് പിന്നെ എന്തുകൂടി എനിക്ക് പപ്പടം എടുക്കാൻ ഒരു സ്നേഹവും ഇല്ല. സ്നേഹം ഞാൻ അച്ഛനാ. ഈ പാത്രത്തില് സ്ഥലം കുറവല്ലേ കേട്ടാ. അമ്മ മീൻ പൊളിച്ചു പൊളിച്ചിട്ട് ചെറിയ ചെറിയ എന്നാല് മുള്ളുണ്ടോ നോക്കണം. ഞാൻ നോക്കിട്ട് ഇട്ടിട്ടുള്ളത് പോലെ. അച്ഛൻ ഇന്ന് രാവിലെ പോയത് ബീഫാണോ? എന്ത് ഇതിട്ടപ്പോ ബീഫാണോ? ഫുഡടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണേട്ടൻ വന്നിട്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കണ്ണേട്ടൻ വന്നതും കണ്ണേട്ടൻ കുളിക്കാൻ കയറി. ഇപ്പോൾ സമയം 3:30 കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകാണ്ട്. ഇപ്പോൾ ഈ ബാഗ് കാണിച്ചു തരണം എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്ത് വാങ്ങിയ എൻ്റെ പുതിയ ബാഗാണ് കേട്ടോ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് 1 സൈഡ് ബാഗ് ഇതേപോലെ വാങ്ങണത്. ധ്യാനം ചെറുതായിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ബാഗൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം പെട്ടെന്ന് ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഞാൻ 2 സൈഡ് ബാഗാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബാങ്കിലേക്കാണ് കേട്ടോ പോകാണ്ടിരുന്നത്. അപ്പോൾ 4 മണിക്ക് അത് അടയ്ക്കും
പറ്റൂല. അപ്പോൾ അത് കാരണം വേഗം പോയി. കണ്ണേട്ടൻ്റെ ഒന്നും വീഡിയോ പിന്നീടൊന്നും നോക്കി എടുക്കാൻ പറ്റിയില്ല. ബാങ്കിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അതിൽ കുറച്ച് നമ്മൾ വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി പൊക്കുവട വാങ്ങിയതാണ് കേട്ടോ. പൊക്കുവട, പിന്നെ കായബജി, ഉള്ളിവട, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ വേറൊരു കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. ഒപ്പം ധ്യാനൂട്ടനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവൻ്റെ മെയിൻ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട്. അത് കിട്ടിയപ്പോൾ ആൾ വേഗം ഇങ്ങോട്ട് പോന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആൾ പൊട്ടിക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിരിക്കും, എനിക്ക് തരും, അമ്മയ്ക്ക് തരും എന്ന് പ്രതീക്ഷയിൽ നോക്കിയിരുന്നിട്ട് കാണിച്ചിട്ട് അങ്ങനെ അവൻ്റെ വയക്കിട്ട്. അതിൻ്റെ വിഷമത്തിൽ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എൻ്റെ കണ്ണായിട്ട് എനിക്ക് കോപ്പിക്ക് വാങ്ങി കൊടുന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ധ്യാനൂട്ടൻ കുറച്ച് എനിക്ക് തരുമൊക്കെ ചെയ്തു, പക്ഷേ ആ സമയത്ത് തരാണ്ട് ഇപ്പുറത്ത് കണ്ണേട്ടൻ കോപ്പിക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് അവൻ്റെ പാക്കറ്റൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ഇട്ട് മൊത്തം കഴിച്ച്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കണ്ണേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വളയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു മൂഡുണ്ടെങ്കിൽ മാത്രം ഞാൻ ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പിൽ, അതേപോലെ കയ്യിലും കാലിലും എല്ലാം ഇട്ടിട്ട് പോകും. ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഒരു മൂഡുണ്ടാവും, സ്ഥലം എന്നല്ല മൂഡുണ്ടാവില്ല, മൂഡിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ ഭയങ്കര നല്ല ഡേ ആയിരുന്നു. അതായത് തിരക്കിന് പോണ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ഒരുങ്ങി കെട്ടിയിട്ടൊക്കെയാണ് പോയത്. എനിക്ക് വളയുടെ ഒരു കൊതി, അപ്പോൾ ഞാൻ വളയൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഞാൻ പണി മാറ്റി വന്നിട്ട് കണ്ണേട്ടൻ ചോറ് കഴിക്കാണ്ടാണ് നമ്മൾ ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണേട്ടനോട് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു നേരം വീഴും അവിടെ അടയ്ക്കും എന്ന് പറഞ്ഞ കാരണം കണ്ണേട്ടൻ കഴിച്ചില്ല. അപ്പോൾ പിന്നെ വന്നിട്ട് കണ്ണേട്ടൻ ചോറുണ്ടു. ഞാനും ധ്യാനൂട്ടനും പൊക്കോട കഴിക്കുകയാണ്. കണ്ണേട്ടനെ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ണേട്ടൻ്റെ വീഡിയോ എടുക്കാം. അപ്പോൾ കണ്ണേട്ടൻ അവിടെ ഫോണ് കാണുന്ന തിരക്കാണ് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ വിളിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കുറേ ആയില്ലേ നിങ്ങളെ കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളിരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. 3 പേരും കൂടിയിട്ട് കുറേ കാര്യങ്ങളിരുന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണേട്ടൻ പൊക്കുവട കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് അലക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അലക്കാൻ പോവുകയാണ് കേട്ടോ. ബാക്കിയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അന്നത്തെ ദിവസത്തെ. പിന്നെ വേറെ വിശേഷമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണിക്കുമ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.